ഒരു ഭരണകൂടത്തിന് സിനിമയെ വെറുതെ വിടാനാവില്ല. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കേരളം കൊടുത്ത പിന്തുണ, അത് ഒരു പിന്നെ സൂപ്പർ താരത്തിന്റെ സിനിമ എന്നുള്ള രീതിയിലും ആ സിനിമയുടെ പിന്നെ പ്രൊഡക്ഷന്റെ ഒക്കെ മറ്റത് ഒപ്പം തന്നെ ആ സിനിമ കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നതിന് കാണിച്ചിട്ടുള്ള ബോൾഡ്നെസ്, അത് അവര് ആ ബോൾഡ്നെസ്സിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോണ്ടി വന്നു. അത് പിന്നെ തീവ്ര വലതുപക്ഷം എപ്പോഴും സിനിമയെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് അവര് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്തരം സിനിമയെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിൽ ഫാസിസ്റ്റുകൾ അന്ന് വേണ്ട രീതിയിലുള്ള പരീക്ഷണങ്ങൾ അന്ന് ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്തവരാണ്. വാറിലും സിനിമയിലും ഒരേ വാക്കുണ്ട് കേട്ടോ, ഷൂട്ട് എന്നാണ് രണ്ടിലും പറയാം. അതിന് മലയാളത്തിൽ അതിന് രണ്ടർത്ഥത്തിൽ പറയാൻ പറ്റും. ഇംഗ്ലീഷിൽ പിന്നെ യുദ്ധത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യും, അത് ഗണ്ണുകൊണ്ടാണ്. സിനിമയിലും ഷൂട്ട് ചെയ്യും, ഷൂട്ട്. അപ്പൊ അതനുസരിച്ച് പതർ പാഞ്ചാലി പോലെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല, കാരണം അതിൽ ഇന്ത്യയിലെ ദാരിദ്ര്യമല്ല കാണിക്കുന്നത്. ഇന്ത്യയിൽ ദാരിദ്ര്യമാണ് ഉള്ളത് എന്ന് ലോകം അറിയും. ലോകം പതർ പാഞ്ചാലി കണ്ടപ്പോഴാണ് ഇത്രയും മഹത്തായ സിനിമ ഇന്ത്യയിൽ ഉണ്ടായി എന്ന് ലോകം തിരിച്ചറിഞ്ഞത്. ഇന്ത്യക്ക് അഭിമാനമാണത് യഥാർത്ഥത്തിൽ. പക്ഷെ അന്ന് തന്നെ രാജ്യസഭാ അംഗവും മദർ ഇന്ത്യയെ അവതരിപ്പിച്ച നർഗീസ് പറയുന്നത് ഇത് അപമാനമാണെന്നാണ്. കാരണം ഉറുദുവിന് നമ്മളുടെ പിന്നെ അതിൻ്റെ ഒരു വലിയ ഒരു പിരീഡിനെയും അതുപോലെ തന്നെ വലിയ ഒരു സാഹചര്യത്തെയും ഉറുദു പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വളരെ റിച്ചായ ഒരു നാടക പാരമ്പര്യമുണ്ട്, ഗാന പാരമ്പര്യമുണ്ട്, സംഗീത പാരമ്പര്യമുണ്ട്, കവിതയുടെ പാരമ്പര്യം. ഔറംഗാബാദ് ഫിലിം ഫെസ്റ്റിവൽ എന്നായിരുന്നു അതിൻ്റെ പേര്. ഇപ്പം അത് എത്ര ഒരു 8ാമത്തെ 10ാമത്തെ എഡിഷനായി. ഈ വർഷമാണ് ഞാൻ അതിൽ ജൂറി ആയിപ്പോയി. ഇപ്പം അതിൻ്റെ പേര് മാറ്റിയിട്ട് അജന്ത എല്ലോറ ഫിലിം ഫെസ്റ്റിവലിനാക്കി. അതായത് ഔറംഗാബാദ് എന്ന നഗരത്തിൻ്റെ പേര് മാറ്റിയിരിക്കുക. ഇപ്പം ഛത്രപതി സംഭാജി നഗർ എന്നതാണ് അതിൻ്റെ പേര്. അതായത് എമ്പുരാൻ്റെ സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന ആൾ തപസ്യയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നാണ് പറയുന്നത്. GM മഹേഷ് എന്ന് പറയുന്ന തപസ്യയുടെ ജനറൽ സെക്രട്ടറി. അപ്പൊ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. അല്ലേ, കേട്ടിട്ടുണ്ടോ? വാർത്തയിലാണ് ഞാൻ കണ്ടത്, എനിക്കറിയില്ല. അപ്പൊ അത് ഞാൻ പിന്നെ നോക്കുമ്പോൾ സെൻസർ ബോർഡ് ആരൊക്കെ അംഗങ്ങൾ നോക്കും. അപ്പോൾ ഒന്ന് പിന്നെ BJP-യുടെ സ്റ്റേറ്റ് ഓഫീസ് സെക്രട്ടറിയുടെ ഭാര്യ. ഡൂൾ ടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് സിനിമാ നിരൂപകനായ GP രാമചന്ദ്രനാണ്. സർ, സ്വാഗതം. സർ, മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ പറയാം, നമ്മൾ ഈ അടുത്ത് കണ്ടുപോയ വലിയൊരു വിവാദമായിരുന്നു എമ്പുരാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സിനിമയിലെ ചില രംഗങ്ങൾ ഒരു കൂട്ടം മനുഷ്യരെ പ്രകോപിപ്പിക്കുകയും അതിന്റെ പേരിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ, ഇപ്പോ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ്, സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ള മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാവുകയും പിന്നീട് സിനിമ റീ എഡിറ്റ് ചെയ്യാൻ അവർ നിർബന്ധിതരാകുകയും ചെയ്യുന്നൊരു അവസ്ഥ. യഥാർത്ഥത്തിൽ എന്തായിരിക്കും സിനിമയിലെ എന്തുള്ളടക്കമായിരിക്കും ആ ഒരു വിഭാഗം മനുഷ്യർ ഇത്തരത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് സാർ മനസ്സിലാക്കുന്നത്? ഈ എമ്പുരാൻ യഥാർത്ഥത്തിൽ ഇപ്പം മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ, അതിൻ്റെ മാധ്യമ ചരിത്രമാണെങ്കിലും പിന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം എടുത്താലും അത്ര പ്രസക്തമായൊരു സിനിമയായിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടില്ല. അതിപ്പോഴും തോന്നുന്നില്ല. പക്ഷേ അത് വലിയ വിവാദമായി. അപ്പം നമ്മൾ അതിനെ പരിശോധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും അത് ഒരു പുതിയ രീതിയിൽ, അതായത് വലിയ ഒരു മുതൽ മുടക്കോട് കൂടി ഇതിനു മുൻപ് മലയാള സിനിമ കാണാത്ത രീതിയിൽ ഉള്ള ഒരു പ്രൊഡക്ഷനാണത്. മികച്ച പ്രൊഡക്ഷൻ എന്നൊന്നും പറയേണ്ടതില്ല, അല്ല അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ റീച്ച് ഭയങ്കരമായിരുന്നു. അതായത് ഇന്ത്യക്കകത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിന് പുറത്തുള്ള സാധാരണ രീതിയിൽ മലയാള സിനിമ എത്താത്ത പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും വിദേശത്തുമൊക്കെ തന്നെ ഒരു വ്യാപകമായ റിലീസ്, എനിക്ക് തോന്നുന്നു 5000 മറ്റോ സ്ക്രീനുകളിലുള്ള റിലീസ്, അതിനനുസരിച്ചുള്ള വലിയ PR വർക്ക്, വലിയ പരസ്യങ്ങളൊക്കെ കൂടിയിട്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നാൽ അതിലെന്താണുള്ളത് എന്നതിനെ സംബന്ധിച്ചോ സിനിമ, കാരണം ലൂസിഫർ എന്ന് പറയുന്ന 1ാം ഭാഗം നമ്മൾ കണ്ടു, അതിൻ്റെ തുടർച്ചയാണ് എന്നതിലുപരിയായിട്ട് മറ്റൊന്നും തന്നെ ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇറങ്ങിയ സമയത്താണ് അതിൽ തുടക്കത്തിൽ ഈ ഗുജറാത്തിലെ ഗോദ്ര പിന്നെ തീവണ്ടി പിന്നെ കത്തിക്കലിന് ശേഷം ഉണ്ടായിട്ടുള്ള വംശഹത്യ, 2002 ഉണ്ടായിട്ടുള്ള വംശഹത്യയുടെ ഒരു പിന്നെ അതിൻ്റെ ചില അംശങ്ങൾ, ദൃശ്യങ്ങൾ വളരെ വിശദമായിട്ട് അതിൽ വിശദമായി കാണിച്ചു മാത്രമല്ല, അതിൻ്റെ ആദ്യം ഇറങ്ങിയ ഈ അൺകട്ട് വെർഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത് സെൻസർ ചെയ്ത, താങ്കൾ പറഞ്ഞ പോലെ സെൻസർ ചെയ്യുന്നതിന് മുൻപ് ഇറങ്ങിയതിൽ കൃത്യമായിട്ട് 2002 ഗുജറാത്ത് ഇന്ത്യ എന്ന് തന്നെ അവിടെ എഴുതി കാണിക്കുകയും ചെയ്തു. അപ്പോൾ ആ വ്യക്തത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യക്തത വന്നതോടുകൂടി സത്യത്തിൽ പിന്നെ വളരെയധികം ആളുകൾ ഇതിനെക്കുറിച്ച് മറന്നവരോ അല്ലെങ്കിൽ പുതിയതായിട്ട്, ഇപ്പോൾ 2002 എന്ന് പറഞ്ഞാൽ 23 വർഷം കഴിഞ്ഞു. ഈ 23 വർഷത്തിനിടയിൽ നമുക്കറിയാം ഒരു പുതിയ ജനറേഷൻ തന്നെ ഇവിടെ ഉണ്ടായി. അതായത് പുതിയ ജനറേഷൻ ഉണ്ടായി എന്നല്ല, അവർ മെച്യൂർഡായി. അവർ പുതിയ കാര്യങ്ങളെക്കുറിച്ച്, ലോക കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യൻ കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാൻ പാകത വന്ന ഒരു പ്രായപൂർത്തിയായ ഒരു സമൂഹം ഇതിനിടയിൽ കേരളത്തിലും പുറത്തുണ്ടായി കഴിഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ, ഇവിടെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെൻ്ററീസ് വന്നിട്ടുണ്ട്. ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്ന പിന്നെ രാകേഷ് ശർമ്മയുടെ
വളരെ പ്രസിദ്ധമായ ഡോക്യുമെൻ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഗോദ്രാഹ് തക് ദ ടെറർ ട്രയൽ ഒരുപാടെണ്ണം വന്നു. പിന്നെ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ വന്നു. കോടതിയിലുള്ള വാദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തവരോ അല്ലെങ്കിൽ അത് വിസ്മൃതിയിലേക്ക് പോയവരോ പുതിയ പുതിയ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരം ഇഷ്യൂസ് വന്നവരൊക്കെ തന്നെ പെട്ടെന്ന് ഇതൊരു മോഹൻലാൽ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് എല്ലാ നിലയ്ക്കും. പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജ് വലിയ പ്രൊഡക്ഷനുമാണ്. ഈ പ്രൊഡക്ഷനൊക്കെ കൂടി വന്നതോടിയിട്ട് എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് വരികയും ഇവരെല്ലാം ഇത് പ്രത്യേകിച്ചും പുതിയ ഒരു ഗൂഗിൾ സെർച്ച് ആണല്ലോ നമ്മളുടെ. ഇപ്പൊ എന്ത് കിട്ടിയാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പോൾ എല്ലാവരും ഗൂഗിളിൽ ഗോത്ര എന്താണ് അല്ലെങ്കിൽ 2002 എന്താണെന്നൊക്കെ സെർച്ച് ചെയ്യുകയും അപ്പോൾ ഇതെല്ലാം മെറ്റീരിയൽ പലതും അണർത്ത് ചെയ്തു. മെറ്റീരിയൽ എല്ലാം ആളുകളുടെ ഓർമ്മയിൽ നിന്ന് വിസ്മൃതമായിരുന്ന പല കാര്യങ്ങളും പുറത്തു വരികയൊക്കെ ചെയ്തപ്പോൾ അത് സംഘപരിവാറിനും അതുപോലെ തന്നെയുള്ള തീവ്ര വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഈ സിനിമയിൽ തന്നെ പറയുന്നത് പോലെ ഈ സിനിമയിൽ തന്നെ പിന്നെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കേന്ദ്ര ഏജൻസികൾ വരും എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർക്കെതിരെ പ്രൊഡ്യൂസറുടെ വീട് റെയ്ഡ് ചെയ്യുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത്തരം വന്ന സമയത്ത് പിന്നെ സംഭവിച്ചൊരു കാര്യം, കേരളത്തിലെ പിന്നെ മുഖ്യ രാഷ്ട്രീയ മുന്നണികൾ, കേരളത്തിൽ 3 മുന്നണികളാണ് രാഷ്ട്രീയത്തിലുള്ളത്. ഇടതുപക്ഷ മുന്നണിയുണ്ട്, പിന്നെ UDF ഉണ്ട്, പിന്നെ BJPയുടെ മുന്നണി. അതിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ള ആളുകളും മറ്റുള്ള പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകളെല്ലാം തന്നെ മറ്റു മുന്നണിയിലുള്ള കക്ഷികളൊക്കെ തന്നെ സിനിമയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നു. പിണറായിയൊക്കെ സിനിമ കണ്ടുപോയിട്ട് പോസ്റ്റൊക്കെ ഇട്ടു. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ കാര്യം. VD സതീശൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പല ആൾക്കാരും അതിൽ പ്രധാനപ്പെട്ടവരൊക്കെ സിനിമയ്ക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ എന്നാൽ അതൊന്നും തന്നെ ഒരു സിനിമയ്ക്ക് ബലം കൊടുക്കുന്ന അല്ലെങ്കിൽ സിനിമയ്ക്ക് പിൻബലമായി അതിൻ്റെ സിനിമാ പ്രവർത്തകർ സ്വീകരിച്ചില്ല. അതിലും വലിയൊരു ഭീതി അവരിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ തോൽവികളോ വിജയങ്ങളോ അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രാഷ്ട്രീയത്തെയും നമ്മുടെ പൊതുജീവിതത്തെയും നിയന്ത്രിക്കുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാവുകയാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ആ ഒരു ഇതിലേക്ക് വരികയും മോഹൻലാലിൻ്റെ പോസ്റ്റ് വളരെ അസംബന്ധകരമാണ്, അല്ലെങ്കിൽ അസംബന്ധം നമുക്ക് തോന്നും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിരിക്കും. കാരണം അദ്ദേഹം പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായി, അങ്ങനെ എന്തൊക്കെ വാചകങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ആരും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതേസമയത്ത് തിരക്കഥാകൃത്ത് മുരളി ഗോപി ഒന്നും മിണ്ടുന്നില്ല. പൃഥ്വിരാജ് അത് ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തു. മാത്രമല്ല പിന്നെ സൈബർ ആക്രമണം, താങ്കൾ പറഞ്ഞ പോലെ സൈബർ ആക്രമണമൊക്കെ ഉണ്ടായത് കൂടുതലും പൃഥ്വിരാജിനെതിരെ, പൃഥ്വിരാജിന്റെ ഭാര്യയ്ക്കെതിരെ, അമ്മയ്ക്കെതിരെ ഇങ്ങനെയുള്ള പ്രത്യേക രീതിയിലാണ് ട്രാക്ക് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ആളുകൾക്കത് പലപ്പോഴും താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ്. സൈബർ ആക്രമണം എന്ന് നമ്മൾ പുറത്തുനിന്ന് പറയുന്ന പോലെയല്ല, അത് പിന്നെ കൊള്ളുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. ഞാൻ അങ്ങനെ നേരിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു അടി കിട്ടുന്നതിനെക്കാട്ടിലും ഭീകരമായിരിക്കും ആ അവസ്ഥ നേരിടുന്നത്. അപ്പോൾ എന്നാൽ അവരത് വളരെ കൂളായി നേരിട്ടു. അത് വേറെ കാര്യം, അവർ കൂളായി നേരിട്ടു. യഥാർത്ഥത്തിൽ അവരുടെ നിസ്സഹായത നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പോലും ഇത് പുറത്തേക്ക് കാണിക്കുന്നത് ഇത് സിനിമ പിന്നെ ഈ പറഞ്ഞതുപോലെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കേരളം കൊടുത്ത പിന്തുണ, അത് ഒരു സൂപ്പർ താരത്തിന്റെ സിനിമ എന്നുള്ള രീതിയിലും ആ സിനിമയുടെ പിന്നെ പ്രൊഡക്ഷൻ്റെ ഒക്കെ മറ്റത് ഒപ്പം തന്നെ ആ സിനിമ കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നതിന് കാണിച്ചിട്ടുള്ള ബോൾഡ്നെസ്, അത് ആ ബോൾഡ്നെസ്സിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നു. അത് ഏതോ ഒരു സ്ഥലത്ത് എന്ന രീതിയിൽ കാണിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ചില പേരുകളൊക്കെ ബജ്രംഗി എന്നുള്ള പേരുകളൊക്കെ മാറ്റേണ്ടി വന്നു. പക്ഷേ അപ്പോഴും NS മാധവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഫാൻറ്റം ലിബിൻ്റെ ഒരു കാര്യം NS മാധവൻ പറയുന്നുണ്ട്. ഫാൻറ്റം ലിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് പോയി അല്ലെ കൈ പോയാലും, ഇപ്പം മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കാം, നമ്മുടെ കൈ മുറിഞ്ഞു പോയാലേ കാല് മുറിഞ്ഞു പോയാലും അത് അവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നും. അതാണ് ഫാൻറ്റം ലിബ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ എമ്പുരാനിൽ മുറിച്ച സംഭവമൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ അത് കളക്റ്റീവ് മെമ്മറിയിൽ നിൽക്കുന്നുമുണ്ട്. അതും പ്രധാനമാണ്, കളക്റ്റീവ് മെമ്മറിയിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ഇതൊക്കെ വെർഷൻ, ആ കട്ട് ചെയ്ത വെർഷൻ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? സൈബർ സ്പേസിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വ്യക്തമായി കണ്ടില്ല, ഞാൻ അതിന് മുമ്പ് സെൻസർ ചെയ്യുന്നതിന് മുൻപാണ് കണ്ടത്, പിന്നെ വീണ്ടും കണ്ടു OTT വന്നപ്പോൾ. അപ്പോൾ ഇത് കാണിക്കുന്നൊക്കെ തന്നെ നമ്മളുടെ ഒരു അവസ്ഥ പിന്നെ അത്ര ഒരു ശുഭകരമായ രീതിയിലല്ല നമ്മളുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചും, അതുപോലെ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം, നമ്മളുടെ സിനിമാ രംഗത്തുള്ള പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ കുറേ പ്രശ്നങ്ങളല്ലാതെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മളുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു അവസ്ഥയും ഒക്കെ നിൽക്കുമ്പോൾ അതുമായിട്ടും ഒക്കെ ഇതിന് ബന്ധമുണ്ട്. ഈ പ്രൊപ്പഗണ്ട സിനിമകൾ എങ്ങനെയായിരിക്കും ഒരു സംഘപരിവാർ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെയൊക്കെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ സഹായകമാകുന്നത് എന്നാണ് തോന്നുന്നത്? അത് വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഇപ്പോൾ പ്രൊപ്പഗണ്ട സിനിമകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇതിന് 2-3 കാര്യങ്ങൾ നമ്മൾ ഹിസ്റ്റോറിക്കായിട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. ഒന്ന്, സിനിമയിൽ ഈ പിന്നെ തീവ്ര വലതുപക്ഷം
എപ്പോഴും സിനിമയെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് അവർ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് മുൻപ് തന്നെ. അതായത് ഇന്ത്യയിലല്ല, മറ്റു രാജ്യങ്ങളിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഹിറ്റ്ലർ ആണെങ്കിൽ, പിന്നെ ഹിറ്റ്ലറുടെ കാലത്ത് ഗീബൽസ് ആയിരുന്നു പ്രചരണത്തിന്റെ മന്ത്രി. അപ്പോൾ ഗീബൽസ് പറയുന്നുണ്ട്, ഒരു ഭരണകൂടത്തിന് സിനിമയെ വെറുതെ വിടാനാവില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാചകം. മാത്രമല്ല, അന്ന് ലെനി റീഫൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു സംവിധായികയെ, ലെനി റീഫൻസ്റ്റാൾ വളരെ ടാലന്റഡ് ആയിരുന്നു, വളരെ ടാലന്റഡ് ആണ്, വളരെ പിന്നെ ജീനിയസ് ആണ്. നമുക്ക് ആ വാക്കിനെ ഉപയോഗിക്കുന്നതിൽ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ അവരെയാണ് ഹിറ്റ്ലർ റിക്രൂട്ട് ചെയ്തത്. ഹിറ്റ്ലർ റിക്രൂട്ട് ചെയ്തിട്ട് ലെനി റീഫൻസ്റ്റാളിൻ്റെ സിനിമകൾ എല്ലാം ക്ലാസിക്കാണ്. ഫിലിം സ്റ്റുഡൻസ് ഇന്നും അവർ ഫിലിം എടുക്കുന്നവരാവാം, ഫിലിമിനെ കണ്ടു പഠിക്കുന്നവരാവാം, നിരൂപകരാവാം, ആരുമാണെങ്കിൽ പോലും ലെനി റീഫൻസ്റ്റാളിൻ്റെ സിനിമകൾ, ട്രയംഫ് ഓഫ് വിൽ എന്ന സിനിമ, അല്ലെങ്കിൽ ഒളിമ്പിയ 1, 2 എന്ന് പറയുന്ന സിനിമകളൊക്കെ അവർക്കൊരു ലെസണാണ്. അത് പഠിക്കാതെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റില്ല. പല കാര്യങ്ങൾ ഇപ്പോൾ ഈവൺ നമുക്ക് ഇപ്പോൾ സ്പോർട്സ് ജേർണലിസം നിങ്ങൾക്കറിയാം, സ്പോർട്സിൽ നമ്മൾ ക്യാമറ വെക്കുന്നത്, ഇപ്പോൾ ക്രിക്കറ്റിൽ വെക്കുന്ന മിഡിൽ സ്റ്റമ്പിൻ്റെ അവിടെ ഒരു ക്യാമറ ഉണ്ടാവും അല്ലേ? ഈ മിഡിൽ സ്റ്റമ്പിൻ്റെ അവിടെ ക്യാമറ വെക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ കഴിയും എന്ന് ആദ്യമായി കാണിച്ചു തന്നത് ലെനി റീഫൻസ്റ്റാളാണ്. അന്ന് ചെറിയ 1930s ആലോചിച്ച് നോക്കണം. ഞാൻ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് മുഴുവനായിട്ട് പോവുകയല്ല. പക്ഷേ ഈ ട്രയംഫ് ഓഫ് വിൽ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. ന്യൂറംബർഗ് നഗരത്തിൽ ഒരു നാസി യുവജന റാലിയിൽ ഹിറ്റ്ലർ പ്രസംഗിക്കാൻ വരുന്നു, ഇത്രേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്തു. അതെങ്ങനെയാണ് ഒരു മിത്തിക്കലായ ഒരു ഫിഗറായി ഹിറ്റ്ലറെ വാഴ്ത്തുന്നതെന്നെല്ലാം എടുക്കുന്ന വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒളിമ്പിയ അങ്ങനെ തന്നെയാണ്. ഒളിമ്പിയയിൽ ഒളിമ്പിക്സ് ആണ്, മ്യൂണിച്ച് ഒളിമ്പിക്സ്. അപ്പോൾ ഇതെല്ലാം അന്ന് തന്നെ ഈ ഇത്തരം സിനിമയെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിൽ ഫാസിസ്റ്റുകൾ അന്ന് വേണ്ട രീതിയിലുള്ള പരീക്ഷണങ്ങൾ അന്ന് ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്തവരാണ്. ഇപ്പോൾ മുസോളിനിയാണ് പിന്നെ ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടിയുടെ ബെനിറ്റോ മുസോളിനിയാണ് ലോകത്തിൽ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. വെനീസിലാണ് ലോകത്തിൽ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ. ആ ഫിലിം ഫെസ്റ്റിവലിൽ പിന്നെ മുസോളിനി കപ്പ് എന്നാണ് മെയിൻ അവാർഡിന്റെ പേരുണ്ടായിരുന്നത്. ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള കപ്പിന്റെ പേര് മുസോളിനി കപ്പ് എന്നാണ്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒളിമ്പിയയ്ക്ക് മുസോളിനി കപ്പ് കൊടുക്കാൻ അന്നത്തെ ജൂറി തീരുമാനിച്ചപ്പോൾ, 1-2 പിന്നെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചപ്പോൾ ലോകത്തിന് തന്നെ അതൊരു ഞെട്ടലായിരുന്നു. ലോകത്തിലെ ജനാധിപത്യ സമൂഹം, സിനിമയ്ക്ക് അകത്തുള്ളവർ മാത്രമല്ല പുറത്തുള്ളവർ. ഇപ്പൊ എമ്പുരാന്റെ പ്രശ്നം ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ പിന്നെ മുഖ്യമന്ത്രിയും അങ്ങനെയുള്ളവരാണ്. ചലച്ചിത്ര നിരൂപകരോ അല്ലെങ്കിൽ താരാരാധകരോ അല്ലെങ്കിൽ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല, അവരെല്ലാം മിണ്ടാതിരിക്കുകയാണ്. പലരും മിണ്ടാതിരിക്കുക ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഫിലിം ബോഡീസൊക്കെ പലരും ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണവരൊന്നും മിണ്ടിയില്ല. അതുപോട്ടെ, അന്ന് ഇതുപോലെ തന്നെ ലോകത്തുള്ള പല ബുദ്ധിജീവികളും സിനിമയെ ബന്ധപ്പെട്ടവരും അല്ലാത്തവരും ഇത് വലിയൊരു പ്രശ്നമാണെന്ന രീതിയിൽ കാണുകയും അങ്ങനെയാണ് വെനീസിന് ബദലായി കാൻ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. അത് പ്രധാനമാണ്. കാൻ ഫെസ്റ്റിവൽ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ, തുറസിന്റെ, ആഹ്ലാദത്തിന്റെ ഒക്കെ ഒരു ഫെസ്റ്റിവലായിട്ട് കാൻ പിന്നെ എവോൾവ് ചെയ്തു. പിന്നെ ഇപ്പൊ വെനീസ് കാനിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫെസ്റ്റിവലാണ്: കാൻ, വെനീസ്, ബെർലിൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമയെ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പല രീതിയിൽ, പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒരുപാട് പോവുകയാണ്, പലതും ഉണ്ട്. ഇപ്പൊ ഈവൻ പിന്നെ യുദ്ധമാണല്ലോ ഏറ്റവും ഫാസിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഒരു ഇഷ്ട പ്രദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മണ്ഡലം അതാണ്. അപ്പൊ യുദ്ധത്തിന്റെ വാർ ഫ്രണ്ടിൽ നിന്ന് ദിവസേനയുള്ള ഫൂട്ടേജസ് കാണണം. അത് പിന്നെ ഹിറ്റ്ലർക്ക് നിർബന്ധമായിരുന്നു. വാറിലും സിനിമയിലും ഒരേ വാക്കുണ്ട് കേട്ടോ, ഷൂട്ട് എന്നാണ് രണ്ടിലും പറയാം. അതിന് മലയാളത്തിൽ അതിന് 2 അർത്ഥത്തിൽ പറയാൻ പറ്റും. ഇംഗ്ലീഷിൽ പിന്നെ യുദ്ധത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യും, അത് ഗണ്ണുകൊണ്ടാണ്. സിനിമയിലും ഷൂട്ട് ചെയ്യും, ഷൂട്ട്. അപ്പൊ ആ ഷൂട്ട് പ്രധാനമാണ്. അപ്പൊ അവർ ഷൂട്ട് ചെയ്യുന്നത് ഇവർക്ക് ഷൂട്ട് ചെയ്തിട്ട് ഹിറ്റ്ലർക്ക് കാണണം, അത് പ്രധാനമാണ്. അപ്പൊ അതിന് അന്ന് ഈ ഹാൻഡ്, ഇപ്പോൾ നമ്മൾ ഇവിടത്തെ പോലത്തെ ട്രൈപോഡ് ക്യാമറ ആയിരുന്നു പണ്ടുണ്ട്. ട്രൈപോഡിൽ വെച്ചിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഭയങ്കര പിന്നെ എന്താ പറയുക, പിന്നെ വെയിറ്റുള്ള ക്യാമറകളാണ് അന്നുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഹാൻഡ് ഹെൽഡ് ക്യാമറ അല്ലെങ്കിൽ ഷോൾഡർ ഹെൽഡ് ക്യാമറ ഒക്കെ ഹിറ്റ്ലറുടെ കാലത്താണ് ഉണ്ടായത്. അത് പിന്നീട് സിനിമയിൽ നമ്മൾ ഇപ്പോൾ ജോൺ അബ്രഹാമിന്റെ സിനിമയിൽ അമ്മ അറിയാനിലൊക്കെ ഇതെടുത്തിട്ട് തല കുത്തനെ വീഴുന്ന സീനൊക്കെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. അത് വിപ്ലവകാരികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തുടങ്ങിയത് അവിടെ നിന്നാണ് അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ സിനിമയെ ആ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് എപ്പോഴും ഇത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ഫാസിസ്റ്റ് സ്വഭാവമുള്ളവരുടെയും ഒരു രീതി തന്നെയാണ്. അത് തന്നെയാണ് ഇന്ത്യയിലും തുടരുന്നത്. മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ ഒരു ഹിസ്റ്ററി നമ്മളപ്പോൾ നോക്കണം. ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ നാഷൻ മേക്കിംഗ്, അതായത് രാഷ്ട്ര നിർമ്മാണവുമായി പിന്നെ അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററി കാണുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ പിന്നെ 1947 1947 സ്വാതന്ത്ര്യം കിട്ടി. 48 കഴിഞ്ഞ് 49 തന്നെ ഫിലിം എൻക്വയറി കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കി. ഇടക്കാല ഗവൺമെന്റാണ്. ആദ്യത്തെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല, റിപ്പബ്ലിക് സ്ഥാപിച്ചിട്ടില്ല.
ഇന്ത്യൻ റിപ്പബ്ലിക് സ്ഥാപിക്കുകയോ ഭരണഘടനയൊന്നും ഇവിടെ ഇതായിട്ടില്ല. അതിനു മുൻപ് തന്നെ ഫിലിം അത്രയും പ്രധാനമാണെന്ന് പറഞ്ഞിട്ട് എസ് കെ പാട്ടീൽ കമ്മിറ്റി, ഫിലിം എൻക്വയറി കമ്മിറ്റി, അത് 51 റിപ്പോർട്ട് തരുന്നത്. ഇപ്പോഴും നമുക്ക് നെറ്റ് കിട്ടും, 400 പേജുള്ള വലിയൊരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന് നെഹ്റുവിന്റെ ഗവൺമെന്റ് ആ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ തള്ളിക്കളഞ്ഞു. അതും പ്രധാനമാണ്. അത് എന്താ തള്ളിക്കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഏത് സ്ക്രിപ്റ്റ് അലോ ചെയ്യണം, ഏത് സ്ക്രിപ്റ്റ് അലോ ചെയ്യരുത് എന്നത് ഗവൺമെന്റ് തീരുമാനിക്കണം എന്ന രീതിയിലാണ്. കാരണം ഇപ്പോൾ ഇന്ത്യയുടെ കുറിച്ചിട്ടൊരു വിദേശത്ത് നമ്മളുടെ ഒരു സിനിമ പോവുകയാണെങ്കിൽ അത് ഇന്ത്യനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റിന് ഉത്കണ്ഠ ഉണ്ട് എന്നൊക്കെയാണ് അതിൽ എഴുതിയിരുന്നത്. അപ്പൊ അതനുസരിച്ച് പഥർ പാഞ്ചാലി പോലെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ ഇന്ത്യയിലെ ദാരിദ്ര്യമല്ല കാണിക്കുന്നത്. ഇന്ത്യയിൽ ദാരിദ്ര്യമാണ് ഉള്ളത് എന്ന് ലോകം പഥർ പാഞ്ചാലി കണ്ടപ്പോഴാണ് ഇത്രയും മഹത്തായ സിനിമ ഇന്ത്യയിൽ ഉണ്ടായി എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇന്ത്യക്ക് അഭിമാനമാണത് യഥാർത്ഥത്തിൽ. പക്ഷെ അന്ന് തന്നെ രാജ്യസഭാ അംഗവും മദർ ഇന്ത്യയെ അവതരിപ്പിച്ച നർഗീസ് പറയുന്നത് ഇത് അപമാനമാണെന്നാണ്. പഥർ പാഞ്ചാലിയെ കുറിച്ച് നർഗീസ് അങ്ങനെ പറഞ്ഞു. അത് അവർക്ക് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പല വിഷൻ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്ത്യ പോലത്തെ ഒരു ബഹുസ്വരത സമൂഹമാണ് ഇന്ത്യ കെട്ടിപ്പടുക്കുന്നത്. ഒരു ജനാധിപത്യ സമൂഹമാണ്, അതുപോലെ തന്നെ ഒരു പുരോഗമന സമൂഹമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രീ സെൻസർഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ നിയന്ത്രണമോ ഉണ്ടാകുന്നത് ഗുണകരമായിരിക്കില്ല എന്ന തീരുമാനം ഗവൺമെന്റ് എടുക്കുകയാണ്. ഗവൺമെന്റിന് കൃത്യമായ റെക്കമെൻഡേഷൻ കിട്ടി. നമ്മൾ ചില ആൾക്കാർ പറയില്ലേ, ഒരു കമ്മീഷൻ അതാ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു, എന്തുകൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഗവൺമെന്റ് അങ്ങനെയെല്ലാം നടപ്പിലാക്കിക്കൊള്ളുന്നില്ല. ഗവൺമെന്റ് അവർ തിങ്ക് ചെയ്തിട്ട് അവർക്കൊരു വയസ്സായ ഒരു ബുദ്ധിപരമായ തീരുമാനത്തിൽ അവരെത്തണം. ചരിത്രപരമായ തീരുമാനം അങ്ങനെ എടുത്തു, അതെല്ലാം തള്ളി. പക്ഷെ അതിന്റെ എന്റർടൈൻമെന്റ് വാല്യൂസും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ വാല്യൂസിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയാണ് ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങണം എന്ന് പറയുന്നുണ്ട്. അവാർഡ് തുടങ്ങണം എന്ന് പറഞ്ഞു. 50കളിൽ തന്നെ നാഷണൽ അവാർഡ് തുടങ്ങി. 50കളിൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ഫിലിം ആർക്കൈവ് തുടങ്ങി. ഇതെല്ലാം അത് എസ് കെ പാട്ടീൽ കമ്മിറ്റിയുടെ. അപ്പോൾ 2 ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അതേ കാലഘട്ടത്തിൽ നമ്മളുടെ സിനിമ ഇന്ത്യയിലെ ആളുകളെ ഐക്യപ്പെടുത്തുന്നതിലും അതുപോലെ ഇന്ത്യ എന്ന രാഷ്ട്രത്തിനോട് നമുക്ക് കൂടുതൽ ഒരു അടുപ്പം തോന്നിപ്പിക്കുന്നതിലും ഉതകുന്ന രീതിയിലുള്ള സിനിമകളാണ് ആ കാലഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പം നേരത്തെ പറഞ്ഞ മദർ ഇന്ത്യ അല്ലെങ്കിൽ ആവാര, ഇതെല്ലാം മുഖ്യധാരയുള്ള സിനിമയാണ്. അല്ലെങ്കിൽ പിന്നെ ശ്രീ 420 എന്നൊക്കെ പറയുന്ന രാജ് കപൂറിന്റെ നമ്മളുടെ 100ാം വർഷം, രാജ് കപൂറിന്റെ ജന്മശതാബ്ദിയാണ് ഇപ്പോൾ. മുഹമ്മദ് റാഫിയുടെയും ജന്മശതാബ്ദിയാണ് ഈ വർഷം. ഋത്വിക് ഘട്ടക്കിന്റെയും ജന്മശതാബ്ദിയാണ് ഈ വർഷം. അങ്ങനെ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഇവരെല്ലാം IPT എന്ന് പറയുന്ന ഒരു സംഘടന അന്നുണ്ടായിരുന്നു. ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിട്ട് ബന്ധമുള്ള ഒരു സംഘടനയാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത്. അൺഡിവൈഡഡ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രവർത്തിച്ചിരുന്ന IPT, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. അതിലാണ് KA അബ്ബാസ് അതിലുണ്ടായിരുന്നു, ഋത്വിക് ഘട്ടക് അതിലുണ്ടായിരുന്നു, പിന്നെ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അവർക്ക് ഉറുദു ആയിരുന്നു അതിൻ്റെ ഒരു പ്രധാന ഭാഷ. കാരണം ഉറുദുവിന് നമ്മളുടെ പിന്നെ അതിൻ്റെ ഒരു വലിയ ഒരു പിരീഡിനെയും അതുപോലെ തന്നെ വലിയ ഒരു സാഹചര്യത്തെയും ഉറുദു പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ റിച്ചായ ഒരു നാടക പാരമ്പര്യമുണ്ട്, ഗാന പാരമ്പര്യമുണ്ട്, സംഗീത പാരമ്പര്യമുണ്ട്, കവിതയുടെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ഇത് തിരക്കഥകളിലും ഒക്കെ തന്നെ. ഇപ്പം നമ്മളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ടോക്കി ശബ്ദിക്കുന്ന സിനിമ എന്ന് പറയുന്ന ആലന്മാരയാണ്. ഈ ആലന്മാര ഹിന്ദി സിനിമയായിട്ടാണ് നമ്മൾ പറയുക. ഇനി അങ്ങനെ തന്നെ ഇനി അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ അത് ഉറുദു സിനിമയാണ്. കാരണം അതിൽ ഉറുദു ആണ് അധികം സംസാരിക്കുന്നത്. അപ്പോൾ ഉറുദുവും ഹിന്ദിയും തമ്മിലുള്ള ബന്ധമൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിനിമകളുടെ എല്ലാം ഒരു റിച്ചായ ട്രഡീഷൻ നമുക്കുണ്ട്. അതിൽ ആ സിനിമയെ നമ്മൾ വിമർശിക്കുന്നുണ്ട്, പല കാര്യങ്ങളും വിമർശിക്കുന്നുണ്ട്. അവ കൊണ്ടുവന്നിട്ടുള്ള കഥകളെ കുറിച്ചും ഒക്കെ വിമർശകർ എന്നുള്ള നിലയ്ക്ക് അതിനെ എൻഗേജ് ചെയ്യും. അത് വേറെ ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് ആണ്. പക്ഷെ അതേ സമയത്ത് അത് പിന്നെ ശശി തരൂരിൻ്റെ ഒരു ലേഖനമുണ്ട്, ഇൻ ഡിഫൻസ് ഓഫ് ബോളിവുഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു 2-3 വർഷം മുന്നേ വന്നതാണ് എനിക്ക് തോന്നുന്നത് അത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ബോളിവുഡിനെ നമ്മൾ ഇത്ര കാലം വിമർശിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു നോവൽ തന്നെ എഴുതിയിട്ടുണ്ട് ബോളിവുഡിനെ സംബന്ധിച്ച്. പക്ഷെ ആ വിമർശിക്കുമ്പോൾ എന്താണ് ബോളിവുഡിൻ്റെ ഒരു പ്രസക്തി എന്നത്, അതിനെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ആക്രമിക്കുകയും അതിനെതിരായ രീതിയിൽ ഗവൺമെൻറ് പോവുക, അങ്ങനെയാണ് ഈ പ്രൊപ്പഗൻഡ സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്, അല്ലെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പലതും പരാജയമായിരുന്നു. ചാവ എന്നുള്ള സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പം ഞാൻ ഈ വർഷം ജനുവരിയിൽ പിന്നെ ഇവിടെ പോവുകയുണ്ടായി ഔറംഗാബാദിൽ. അവിടെ ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ജൂറി ആയിരുന്നു. അപ്പോൾ ഔറംഗാബാദ് ഫിലിം ഫെസ്റ്റിവൽ എന്നായിരുന്നു അതിൻ്റെ പേര്. ഇപ്പം അത് എത്ര ഒരു 8ാമത്തെ എഡിഷനായി. ഈ വർഷമാണ് ഞാൻ അതിൽ ജൂറി ആയി പോകുന്നത്. ഇപ്പം അതിൻ്റെ പേര് മാറ്റിയിട്ട് അജന്ത എല്ലോറ ഫിലിം ഫെസ്റ്റിവലിനാക്കി. അതായത് ഔറംഗാബാദ് എന്ന നഗരത്തിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. ഇപ്പം ഛത്രപതി സംഭാജി നഗർ എന്നതാണ് അതിൻ്റെ പേര്.
ഔറംഗാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ പിന്നെ ഒരു പ്രത്യേക ഏരിയയാണ്. അതായത് പഴയ നൈസാമിൻ്റെ ഹൈദരാബാദിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ അജന്ത എല്ലോറ ഗുഹകളുണ്ട്. അവിടെ പലതരത്തിലുള്ള സംസ്കാരം. അപ്പോൾ അതായത് ബുദ്ധമതത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഈ അജന്ത എല്ലോറ ഗുഹകൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ആ ബുദ്ധമത കേന്ദ്രം പിന്നെ ഹിന്ദു മതത്തിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൻ്റെ നൈസാമിൻ്റെതുമായിട്ടുള്ള അവിടെ പിന്നെ ഇതുണ്ട്. ഔറംഗസേബിൻ്റെ ടോംബൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളെയും ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ പല രീതിയിൽ ഇവർ വളച്ചൊടിച്ചിട്ട് ജനങ്ങളിലേക്ക് പിന്നെ ഈ പറഞ്ഞ അക്രമം പടർത്തുകയും ജനങ്ങളെ അവിടെയല്ല, ഔറംഗാബാദ് സിറ്റിയിലല്ല, മറ്റു ചില സിറ്റികളിൽ നാഗ്പൂരോ മറ്റോ ആണ്, നാഗ്പൂരിലെല്ലാം ജനങ്ങളെ അക്രമത്തിലേക്ക് വരെ തിരിയുന്ന രീതിയിലേക്ക് ഈ സിനിമ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതിന് മുൻപ് നമുക്കറിയാം, ഇപ്പോൾ കേരള സ്റ്റോറി പോലത്തെ ഒരു സിനിമ വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു, കേരള സ്റ്റോറിയിൽ 32,000 സ്ത്രീകളെ മതം മാറ്റിയിട്ട് പിന്നെ IS ചേർത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് വിമർശനം വന്നപ്പോൾ ഇല്ല, 3 ഉള്ളൂ എന്നായി. എത്ര 32,000 നിന്നാണ് 3 പോകുന്നത്. ആ 3 തന്നെ പിന്നെ എവിഡൻസ് കൊണ്ടുവരാൻ അവർക്ക് ഇതുണ്ടായില്ല. മാത്രം അപ്പോൾ അതിന് പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് ഈ സിനിമ എല്ലാവരും കാണണം എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഈ ഒരു സിനിമകൾ കൊണ്ടുവന്ന് ഇവർ ഇവിടേക്ക് ബോംബാർഡ് ചെയ്യുകയാണ്. ഇത്തരം സിനിമകൾ കൊണ്ടുവന്നിട്ട് നിറയ്ക്കുകയാണ് നമ്മളുടെ ഫിലിം ഫീൽഡിൽ. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ പിന്നെ ഫിലിം ബോഡീസിൽ ചില ആളുകൾ നമ്മളതിനെക്കുറിച്ച് സംശയിക്കണം. അവരുടെ ചില നീക്കങ്ങളൊക്കെ നമ്മുടെ ഫിലിം ഇതിൽ തന്നെ. ഇപ്പോൾ ഒരു വ്യക്തി, നമ്മളുടെ ഒരു സിനിമയിലെ ഒരു നിർമ്മാതാവ് പെട്ടെന്ന് ഇതിൻ്റെ പിന്നെ ഇതൊക്കെ പറയുകയാണ്, അതായത് ഇത്രയേ ഈ സിനിമയ്ക്ക് കളക്ഷൻ ഉള്ളൂ. അപ്പോൾ മറ്റ് പ്രൊഡ്യൂസേഴ്സിനെ പറയുന്നുണ്ട്, എന്തിനാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്, ഇതിന് OTT റൈറ്റ് നാളെ കിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ മറ്റുള്ള റൈറ്റുകൾ ഇതൊക്കെ ഇല്ലാതാക്കില്ല. അങ്ങനെ ഒരു ട്രേഡിന് അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ടല്ലോ, കച്ചവടത്തിന്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരി, ഇതൊക്കെ അറിയണോ വേണ്ട വേറൊരു കാര്യം. ഇവർ ചില കള്ളത്തരങ്ങളാണ് പറഞ്ഞിരുന്നത്, 100 കോടി 200 കോടി എന്നുള്ളത് പുറത്തു വന്നു എന്നൊക്കെ. പക്ഷേ അത് അത്ര ആ രീതിയിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. കാരണം അത് ഈ പറഞ്ഞതുപോലെ സിനിമകളെ തങ്ങളുടെ കയ്യിൽ ഒതുങ്ങുക, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് പോകുന്ന സിനിമകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ് എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ എമ്പുരാനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം ഈ എമ്പുരാൻ റിലീസിനെ രീതിയിൽ തന്നെ പിന്നെ എമ്പുരാന്റെ പ്രൊഡ്യൂസർ ആദ്യം ഒരു മാപ്പൊക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞു സിനിമ ഇറക്കും അല്ലേ, ആന്റണി പെരുമ്പാവൂർ. പിന്നെ പറഞ്ഞു അത് ശരി, ഞങ്ങൾ സെറ്റിലായി എന്നൊക്കെ പറയുകയുണ്ട്. അപ്പോൾ അതൊക്കെ അതിന്റെ തുടക്കമാണ്. പിന്നെ അത് വേറൊരു ബ്ലോപ്പ് ചെയ്തപ്പോൾ നമ്മളതെല്ലാം മറന്നുപോയതാണ് സത്യത്തിൽ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഫിലിം എൻക്വയറി കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ ഈ സെൻസർഷിപ്പ് നടപടികൾ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും നമുക്കൊരു രാഷ്ട്രീയം സിനിമയിലൂടെ രാഷ്ട്രീയം പറയുന്നതിനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തന്നെ എങ്ങനെയാണ് ഒരു വെല്ലുവിളിയായിട്ട് സെൻസർഷിപ്പ് വരുന്നത്? ഈ സെൻസർഷിപ്പ് ഒരേ സമയത്ത് ഒരു ഭരണകൂട നടപടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ കാണുമ്പോൾ തന്നെ ഇത് വളരെ അസംബന്ധമാണ്. അതാണ് ഭയങ്കര രസം. കാരണം ഇന്ത്യയിൽ സെൻസർഷിപ്പിന്റെ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി നടന്നിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ അതിനെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ലളിത ഗോപാലന്റെ 3 Interruptions എന്നാണ്. ആ പുസ്തകമാണ് 3 Interruptions എന്ന് പറഞ്ഞാൽ, അതായത് ലളിത ഗോപാലൻ അതിൽ സ്ഥാപിക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ സിനിമയുടെ പിന്നെ പോപ്പുലാരിറ്റി ഉണ്ടാവുന്നത് 3 ഇന്ററപ്ഷൻസിൽ, 3 തടസ്സങ്ങളിൽ നിന്നാണ് പറയുന്നത്. നറേറ്റീവിൽ ഉണ്ടാവുന്ന 3 തടസ്സമാണ്. ഒന്ന് സെൻസർഷിപ്പ്, ഒന്ന് സോങ് ആൻഡ് ഡാൻസ് സീക്വൻസ്, ഒന്ന് ഇന്റർവെൽ. ഇത് 3 ലോക സിനിമയിലില്ല. എപ്പോഴും ഏത് കഥയുടെ ഇടയിൽ കൂടെ പെട്ടെന്ന് പാട്ടും ഡാൻസും വരും അല്ലേ, അതുപോലെ പെട്ടെന്ന് ഇന്റർവെൽ വരും. ഇപ്പൊ പിന്നെ നിങ്ങൾ ഹോളിവുഡ് സിനിമ ഉണ്ടായാലും ഇന്റർവെൽ ഉണ്ടാവില്ല. പിന്നെ ഇന്റർവെൽ അവർ പിന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അതായത് അവർക്ക് ചായയും ഇത് ചെലവാക്കാൻ വേണ്ടിയിട്ട്, പോപ്കോൺ ചെലവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തിയേറ്ററുകളിൽ ഒരു ഇന്റർവെൽ വെറുതെ വെക്കുന്നു മാത്രം. ഇന്റർവെലിന് എഴുതി കാണിക്കില്ല. നേരെ പറഞ്ഞാൽ നമ്മളെ സിനിമയിൽ ഇന്റർവെൽ ഉണ്ട്. അത് അപ്പോൾ ഈ സെൻസർഷിപ്പ് ബ്രിട്ടീഷുകാരെ കാലത്ത് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു 1910-20കളിലോ ഏതോ കാലത്താണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അവരും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലത്തെ സിനിമയെ കുറിച്ചിട്ട് വളരെ വറീഡ് അല്ലെങ്കിൽ അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. കാരണം അവരുടെ രാഷ്ട്ര നിർമ്മാണം, അവർക്കും ഇന്ത്യയിൽ അധികാരം നിലനിർത്തണമല്ലോ. അപ്പോൾ അവരന്ന് പിന്നെ അന്നത്തെ സെൻസർഷിപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലാണ് പിന്നെ ഈ സെൻസർ ബോർഡുകൾ സ്ഥാപിച്ചത്. അതായത് ഡൽഹിയിൽ സെൻസർ ബോർഡ് ഇല്ല. ഡൽഹിയാണ് നമ്മളെ ഹെഡ്ക്വാർട്ടേഴ്സ് എങ്കിൽ. അതായത് മദ്രാസിലുണ്ട്, പിന്നെ ബോംബെയിലുണ്ട്, പിന്നെ കറാച്ചി, അതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ്. കറാച്ചിയിലുണ്ട്, പിന്നെ ബർമയിലെ ബർമയിലെ മ്യാൻമറിലെ ഇതുണ്ടല്ലോ നഗരം, പിന്നെ കൽക്കട്ട, അങ്ങനെ ധാക്ക, ഇങ്ങനെയുള്ള നഗരങ്ങളിലൊക്കെയാണ്. അവിടുത്തെ പോലീസ് കമ്മീഷണറാണ് സെൻസർ ബോർഡിന്റെ ചെയർമാൻ. ഫിലിം സെൻസർ ബോർഡിന്റെ അന്നത്തെ ചെയർമാൻ അന്നത്തെ ആ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കും. അപ്പൊ അന്ന് ഈ പറഞ്ഞതുപോലെ അന്ന് അവർക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് അന്ന് തന്നെ വെസ്റ്റേൺ സിനിമകളിലൊക്കെ തന്നെ ബോൾഡായിട്ടുള്ള സീനുകൾ, ന്യൂഡ് സീൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തെ ഇവരാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് ബ്രിട്ടീഷരെ വ്യാഖ്യാനിക്കുന്നത്, നമ്മുടെ ആളുകളല്ല.
അപ്പോൾ അവർ വ്യാഖ്യാനിക്കുന്നത് അനുസരിച്ച് ഇന്ത്യൻ സംസ്കാരത്തിന് യോജിക്കാത്തത് എന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഫ്രണ്ടൽ നൂഡിറ്റി അല്ലെങ്കിൽ പിന്നെ ലിപ് ടു ലിപ് കിസ്സിങ്, ഇതെല്ലാം ഒഴിവാക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അന്ന് ചില പിന്നീട് സ്റ്റഡി നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഈ മദാമ്മമാർ ഇന്ത്യയിൽ വരുമ്പോൾ മദാമ്മമാർക്ക് അവർ നമ്മുടെ നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ നടക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ഇവിടെ നിന്നത്തെ ചെറുപ്പക്കാരായ ആണുങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. അപ്പോൾ അവരെ വേറെ രീതിയിൽ ലൈംഗികമായി പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ഉത്തേജിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള സീനുകൾ ഒഴിവാക്കണം. അപ്പോൾ എന്തൊരു അസംബന്ധം ആലോചിച്ച് നോക്കണം. ഇത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പിന്നെ കുറേ കാലം നമ്മൾ തുടർന്നത്. നമ്മളുടെ സിനിമയുടെ കീഴ്വഴക്കായിട്ട് അത് തന്നെയാണ് തുടർന്ന് വന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് പല രസകരമായ സ്റ്റഡീസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ സെൻസർഷിപ്പിലേക്ക് ഇപ്പം മാറുകയാണ്. അങ്ങനെ ഇപ്പം എമ്പുരാൻ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അതായത് എമ്പുരാൻ്റെ സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന ആൾ തപസ്യയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നാണ് പറയുന്നത്. GM മഹേഷ് എന്ന് പറയുന്ന തപസ്യയുടെ ജനറൽ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. അല്ലേ, കേട്ടിട്ടുണ്ടോ? വാർത്തയിലാണ് ഞാൻ കണ്ടത്, എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ പിന്നെ നോക്കുമ്പോൾ സെൻസർ ബോർഡ് ആരൊക്കെ അംഗങ്ങൾ നോക്കി. അപ്പോൾ ഒന്ന് പിന്നെ BJPയുടെ സ്റ്റേറ്റ് ഓഫീസ് സെക്രട്ടറിയുടെ ഭാര്യ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ എന്താണ് ഇവർ അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് നമ്മളെ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ളൊരു ചർച്ച സിനിമയിലെ വയലൻസ് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ, ഞാൻ തന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും പിന്നെ ലേഖനങ്ങളൊക്കെ കുറേ ലേഖനങ്ങളൊക്കെ ആൾക്കാർ ചോദിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. സിനിമയിലെ വയലൻസ് പല പടങ്ങളും, മാർക്കോ, ഓഫീസ് റൺ ഡ്യൂട്ടി, ഇങ്ങനെ പല പടങ്ങളിലും ഭയങ്കര വയലൻസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുകൾ ചോദിച്ചു, സെൻസർ ബോർഡ് എവിടെ, ഇതൊക്കെ തടയുന്നില്ലേ? അപ്പോൾ ആരും ചോദിക്കുന്നില്ല ആരാണ് സെൻസർ ബോർഡ്. ഈ സെൻസർ ബോർഡ് തടയുന്നില്ലേ എന്നാണ് പല ശുദ്ധഗതിക്കാർ ചോദിക്കുന്നത്. അവർ വിചാരിക്കുന്നത് നമുക്കൊരു സെൻസർ ബോർഡ് വളരെ ശക്തമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാം കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഇതാക്കിയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് കാര്യം. പക്ഷെ ആരാണ് സെൻസർ ബോർഡ്? ഇപ്പോഴാണ് വ്യക്തമായത്. ഈ സെൻസർ ബോർഡിന് ഇപ്പോൾ തപസ്യൻ്റെ ആൾക്കാരാണ്, അയാൾ ജനറൽ സെക്രട്ടറിയാണ്. BJP തന്നെ ഉദ്ദേശിക്കുന്ന കാര്യം പോലും നടപ്പിലാക്കാൻ മനസ്സിലാവാത്ത ആളാണോ എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ അവർ ഇവരായിട്ട് ഒത്തുകളിച്ചോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനെക്കുറിച്ച് വേറൊരു സംഭവം പറയുന്നുണ്ട്. അതായത് പെട്ടെന്നാണ് എമ്പുരാനെ കുറിച്ചിട്ട് ഓർഗനൈസറിൽ 2-3 ലേഖനങ്ങൾ വന്നു, ഭയങ്കര ഇത് വന്നു. അപ്പോൾ ഇതിന് ഈ ആനന്ദ് പട്വർദ്ധൻ ഒരു കാര്യം പറയുന്നുണ്ട്. ആനന്ദ് പട്വർദ്ധൻ സെൻസർ ബോർഡായിട്ട് എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് കേസൊക്കെ നടത്തിയ ആളാണ്. അപ്പോൾ ആനന്ദ് പട്വർദ്ധൻ രാം ഖേ നാം അല്ലെങ്കിൽ ഫാദർ സൺ ആൻഡ് ഹോളി വാർ എന്ന് പറയുന്ന ഈ സിനിമകളിലൊക്കെ ഒരുപാട് വയലൻസ്, ഈ വർഗീയ കലാപങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഗീയ കലാപങ്ങൾ ഇപ്പോൾ സെക്കുലറിസ്റ്റ് ആയ ഒരാൾ, അതല്ലെങ്കിൽ പുരോഗമനവാദികളായ ആളുകൾ, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ പൊതുവെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസ്റ്റർബിംഗ് ആണ്. ഇത്തരം സീനുകൾ കാണുമ്പോൾ വളരെ ഡിസ്റ്റർബിംഗ് ആണ്. അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല ഇതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധം ഉണ്ടാക്കി, ഇതിനെങ്ങനെ മറികടക്കാം എന്ന കാര്യമായിട്ട് ആലോചിക്കുന്നത്. പക്ഷേ ഈ കലാപത്തെ ആഗ്രഹിക്കുന്നവരും, കലാപം ചിലപ്പോൾ നേരിട്ട് ചെയ്യുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ അതിനെ ഉള്ളിൽ ആഗ്രഹിക്കുന്നവരായിരിക്കും, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും. അവർക്ക് ഇത് കാണുമ്പോൾ ഒരു ട്രിഗറിങ് പോലെ അവർക്ക് ഇതിൽ ഭയങ്കര ആഹ്ലാദമാണ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ എമ്പുരാനെ കുറിച്ച് അങ്ങനെയും പറയുന്നുണ്ട്. അതായത് ഇതിൽ ഈ 15 മിനിറ്റ് നമ്മൾ വിഷ്വൽസ് കാണുന്ന സമയത്ത് സെക്കുലറിസ്റ്റുകളായ ആളുകൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്കുണ്ടായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ചില ആളുകൾക്ക് ചിലപ്പോൾ ആനന്ദം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണോ ഇവർ അനുവദിച്ചത് അതും അറിയില്ല. അപ്പോൾ സെൻസർ ബോർഡ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇവർ മോശക്കാരായിക്കൊള്ളുന്നില്ല ഇവർ. അപ്പോൾ അവർ ആ വിശദീകരണം കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് അവിടെ നിലനിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതെന്തോ വേറൊരു കാര്യം. പക്ഷേ അത് നമ്മളുടെ ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്കോ നമ്മളുടെ വ്യവസ്ഥിതിക്കോ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്കോ ഒന്നും തന്നെ ഗുണം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഫിലിം ഫെസ്റ്റിവലുകൾ, ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാംസ്കാരിക വേദികളെല്ലാം തന്നെ എങ്ങനെയാണ് സിനിമയെ ഇപ്പോൾ പായൽ കപ്പാടിയ സംവിധാനത്തിൽ ഇറങ്ങിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പോലുള്ള സിനിമകളെല്ലാം കാൻ ഫെസ്റ്റിവലിൽ എത്തുന്നു. അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആയിട്ട് മാറുന്നു. ഇപ്പൊ ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അത്തരത്തിലുള്ള. അപ്പോൾ ഈ എങ്ങനെയാണ് സിനിമയെ ഫിലിം ഫെസ്റ്റിവലുകൾ ഒരു പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്? അല്ല, ഫിലിം ഫെസ്റ്റിവലുകൾ ഈ സിനിമയുടെ ഒരേ സമയത്ത് അത് ചില മാർക്കറ്റിംഗ് ഇതവിടെ ഉണ്ട്, നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതേ സമയത്ത് തന്നെ ഫിലിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആലോചനകളും അതുപോലെ തന്നെ പുതിയ ട്രെൻഡുകളും പിന്നെ സിനിമയുമായി ഇല്ലാത്ത ചില കാര്യങ്ങളും എല്ലാം ആലോചിക്കുന്നതിനും ഇതെല്ലാം ഒത്തുകൂടുന്നതിനുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലമായിട്ട്, ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് ഇന്ന് ഫിലിം ഫെസ്റ്റിവലിൽ ഇവോൾവ് ചെയ്തു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ വെനീസ് ഫെസ്റ്റിവലിന് ബദലായിട്ടാണ് കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൻ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അതല്ലെങ്കിൽ പിന്നെ ഒന്നും തന്നെ അവിടെ പൊതുവെ
ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഒരു കാലഘട്ടത്തിൽ കാനിൽ ഇപ്പോൾ അന്നത്തെ ആളുകളല്ല, അവരെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ കാൻ ഫെസ്റ്റിവലിന് മുൻപേ ഈ പാരീസിന്, പാരീസിലല്ല, ഫ്രാൻസിലാണല്ലോ, പാരീസ് നഗരത്തിന് ഒരു വേറൊരു ഹിസ്റ്ററി ഉണ്ട് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. സിനിമയിലെ ആർട്ടിൻ്റെ തന്നെ വലിയ ഹിസ്റ്ററി ഉള്ള സ്ഥലമാണല്ലോ പാരീസിൽ. അപ്പോൾ പാരീസിൽ സിനിമാടെക് ഫ്രാങ്കൈസ് എന്ന് പറയുന്ന ഒരു ആർക്കൈവ് ഉണ്ട്. അവിടെയാണ് ഫിലിം ക്ലബ്ബുകളൊക്കെ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, സിനിമാടെക് ഫ്രാങ്കൈസ് എന്ന് പറയുന്ന. അപ്പോൾ ഹെൻറി ലാംഗ്ലോയ്സ് എന്ന് പറയുന്ന ഒരാളാണ് അത് തുടങ്ങി വെക്കുന്നത്. ഹെൻറി ലാംഗ്ലോയ്സിന് പറയുന്ന അന്നത്തെ ചെറുപ്പക്കാരൻ, എല്ലാവരും ഒരു കാലത്ത് ചെറുപ്പക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഹെൻറി ലാംഗ്ലോയ്സ് 1930s ചെറുപ്പക്കാരനായിരുന്ന ഹെൻറി ലാംഗ്ലോയ്സ് ആരംഭിക്കുന്ന ആർക്കൈവാണ് ഈ സിനിമാടെക് ഫ്രാങ്കൈസ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഗൊദാർദിനെ പോലുള്ള ആളുകളൊക്കെ പിന്നെ അവിടെ നിന്ന് സിനിമ കണ്ടത്. അതുകൊണ്ടാണ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് സിനിമാടെക് എന്നാണ് പറയുന്നത്. ഞങ്ങൾ സിനിമാടെക്കിൻ്റെ കുട്ടികളാണ്, അല്ലാതെ അച്ഛൻ്റെ അമ്മേൻ്റെ കുട്ടികൾ അല്ല, സിനിമാടെക്കിൻ്റെ കുട്ടികളാണെന്ന് പറയുന്നത്. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന്. അപ്പോൾ ഈ സിനിമാടെക്കിനെ പറ്റിയിട്ട് ഒരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി രാഷ്ട്രങ്ങളെല്ലാം പിടിച്ചടക്കി, അങ്ങനെ ഫ്രാൻസിൻ്റെ വലിയൊരു ഭാഗം പിടിച്ചടക്കി, പാരീസും പിടിച്ചടക്കി, വേറെ ചില ഭാഗങ്ങൾ പിടിച്ചടക്കാതെ ഉണ്ടായിരുന്നു ഫ്രാൻസിൽ. അപ്പോൾ ഇവിടുത്തെ ഈ നാസി ഉദ്യോഗസ്ഥന്മാർ, പട്ടാളക്കാർ ഈ സിനിമാടെക് ഫ്രാങ്കൈസിലെത്തി. അവിടെ എത്തിയിട്ട് ചോദിച്ചിട്ട്, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിനിമ മാത്രമല്ല, അതായത് ലോകത്തു നിന്നുള്ള എല്ലാ കിട്ടുന്ന സിനിമകളെല്ലാം അവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതിന് പുറമെ സ്ക്രിപ്റ്റുകൾ, അത് എടുക്കാത്ത സിനിമയുടെ സ്ക്രിപ്റ്റും ഉണ്ട്. പല സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആൾക്കാർക്ക് സിനിമ എടുക്കാൻ പറ്റാതെ ആവുമല്ലോ, അതും ഒരു ഹിസ്റ്ററി ആണല്ലോ, അല്ലെങ്കിൽ അതൊരു ആർക്കൈവാണ്, അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾ ഒഴിവാക്കുന്ന പിന്നെ സെറ്റുകൾ, സിനിമയുടെ സെറ്റുകളൊക്കെ അവർക്ക് വെക്കാൻ സ്ഥലമില്ലാത്ത ഒഴിവാക്കി അതും ഇവിടെ കൊണ്ടുവയ്ക്കും. അങ്ങനെ അത് വലിയൊരു പിന്നെ ഇതാണ്, വലിയൊരു സംഭവമാണ് സിനിമാടെക് ഫ്രാങ്കൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഈ പട്ടാളക്കാർ ഇത് കണ്ട് അന്തം വിട്ട് പട്ടാളക്കാർ ചോദിച്ചു, വേർ ഇസ് യുവർ കാറ്റലോഗ് എന്ന് ചോദിച്ചു. കാറ്റലോഗ് നോക്കിയിട്ട്, കാറ്റലോഗ് ആണല്ലോ ഒരു ആർക്കൈവ്, അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ലൈബ്രറി സയൻസ് പഠിച്ചവർ എന്താ പറയുക, ലൈബ്രറി സയൻസിൻ്റെ ബേസ് ആയിട്ട് ഒരു കാറ്റലോഗ് വേണം അല്ലേ, ലൈബ്രറി കാറ്റലോഗ് വേണം, എവിടെയാണ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ വേർ ഇസ് യുവർ കാറ്റലോഗ്, നമുക്കത് നോക്കിയിട്ട് ഏതൊക്കെയാണ് ഹിറ്റ്ലർക്ക് അനുകൂലം, ഏതൊക്കെയാണ് ഹിറ്റ്ലർക്ക് എതിരെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചോദിച്ചത്. അപ്പം ഇവിടുന്ന് കിട്ടിയ ഉത്തരം എന്താ പറയുക, വി ഹാവ് നോ കാറ്റലോഗ് എന്നാണ്. കാരണം അവരിത് ആദ്യം ഒന്നുകിൽ കണ്ടവരായിരിക്കും, അല്ലെങ്കിൽ അവരതിന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ കാറ്റലോഗ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് നശിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോഴേക്കും കുറേ കടത്തും ചെയ്തു. അപ്പോൾ അത്ര പ്രധാനമായ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രീ തിങ്കിങ്ങിൻ്റെ ഭയങ്കര ഒരു ഇതാണെന്ന് കാണിക്കുക. അത് പിന്നെ 1960s ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിലും ഗവൺമെന്റിൽ നിന്ന് ചില സപ്പോർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഫ്രാൻസിൽ ഗവൺമെന്റ് മാറി മാറി വരുന്ന ഒരു ഗവൺമെന്റിന്റെ കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഈ ഹെൻറി ലാംഗ്ലോയ്സിനെ അവിടെ നിന്ന് മാറ്റി, ഒരു കൊല്ലം മാറ്റുകയാണ്. കാൻ ഫെസ്റ്റിവലിന്റെ സമയത്ത് മാറ്റുക, അതിന്റെ തൊട്ട് മുന്നേ മറ്റേ മാറ്റുകയാണ്. കാൻ ഫെസ്റ്റിവലിൽ അത് വലിയൊരു കലാപമായി മാറി. അതായത് പിന്നെ ഗൊദാർദ് അടക്കമുള്ള ആൾക്കാർ അവിടെ നിന്നിട്ട് അവർ ഈ ഫിലിം ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഓട്ടയിൽ കൂടെയാണല്ലോ വരിക. നമ്മൾ പ്രൊജക്ടർ പഴയ ഇത് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെ. ആ ഓട്ടർ അവിടെ പോയിട്ട് ഇവർ കൈ വെച്ചിട്ട് ഇത് തടസ്സപ്പെടുത്തി. മാത്രമല്ല ചാപ്ലിൻ മുതൽ സത്യത്ര വരെയുള്ള ആളുകൾ, അവിടെ പോവാത്തവർ, ലോക സിനിമയിലുള്ള ആളുകൾ അതിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഹെൻറി ലാംഗ്ലോയ്സ് സിനിമാടെക്കിൽ ഇല്ലെങ്കിൽ കാൻ ഫെസ്റ്റിവൽ വേണ്ട എന്നാണ് പറഞ്ഞത്. അത്ര അത് അവിടെ നിന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതാണ് വിദ്യാർത്ഥി കലാപമായി പുറത്തേക്ക് വന്നത്. അതായത് പിന്നെ നിങ്ങൾ ചരിത്രം വായിച്ചാൽ അറിയാം, യൂറോപ്പിന് പിടിച്ചു കുലുക്കിയ വിദ്യാർത്ഥി കലാപം 60കളിലെ. ആ വിദ്യാർത്ഥി കലാപത്തിന്റെ തുടക്കം ഇത് പിന്നെ ഡ്രീമേഴ്സ് എന്ന് പറയുന്ന ബെർത്തലുച്ചിയുടെ സിനിമയൊക്കെ, അത് പല സിനിമയിലും വന്നിട്ടുണ്ട്. ആ സിനിമയിൽ ഇതിന്റെ ഡെപ്പിക്ഷൻ ഉണ്ട്. ഡ്രീമേഴ്സ് എന്ന് പറയുന്ന ബെർണാഡോ ബെർത്തലുച്ചിയുടെ സിനിമയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം ഇതിലേക്ക് വരികയാണ്. അപ്പോൾ അത് ആ കാൻ ഫെസ്റ്റിവലിലാണ് ഈ പായൽ കബാഡിയൊക്കെ അവാർഡ് കിട്ടും. മാത്രമല്ല കാൻ ഫെസ്റ്റിവലിന് അല്ലാതെയും മറ്റു സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ അവാർഡ് നേരത്തെ നീച്ചാ നഗർ എന്ന് പറയുന്ന പിന്നെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ നീച്ചാർ നഗർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാനിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പല പടങ്ങളും അവിടെ കാണിക്കുകയും പിന്നെ ഈ പറഞ്ഞതുപോലെ അത് മാത്രമല്ല വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൽമാസ് ഗുനെ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്, ഇൽമാസ് ഗുനെ. അപ്പോൾ അദ്ദേഹം തുർക്കിയിൽ നിന്നുള്ള ഒരു ഡയറക്ടറാണ്, ഫേമസ് ഡയറക്ടറായിരുന്നു, ഫേമസ് നടനാണ്. അദ്ദേഹം കുർദ് വിഭാഗക്കാരനാണ്, ഇൽമാസ് ഗുനെ. അപ്പോൾ അദ്ദേഹം കുർദ് വിഭാഗക്കാരനാണ്. അദ്ദേഹം അവിടെ തുർക്കിയിൽ ഒരുപാട് സിനിമകളിൽ അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു, ടർക്കിഷ് സിനിമയിലെ സൂപ്പർ സ്റ്റാറും 70s അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കൊലക്കുറ്റം ആരോപിക്കപ്പെട്ടിട്ട് ജയിലിലായിരുന്നു. അദ്ദേഹം ഒരു ജഡ്ജിനെ വധിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വധിച്ചു എന്ന പേരിൽ അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം അവിടെ ഫുള്ളായിട്ട് ആക്റ്റീവാണ്. അതായത് ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം സിനിമ എടുത്തോണ്ടിരിക്കുകയാണ്. സിനിമ അദ്ദേഹം ഇപ്പൊ ഗ്രാംഷിയുടെ പ്രിസൺ നോട്ട് ബുക്സ് കേട്ടിട്ടില്ല, അദ്ദേഹം പുറത്തേക്ക് ഗ്രാംഷിയുടെ പ്രിസൺ നോട്ട് ബുക്സിന് സമാനമാണ് ഇൽമാസ് ഗുനേന്റെ ഫിലിം മേക്കിംഗ്.
ഇയാൾ അവിടുന്ന് ഡയറക്റ്റ് ചെയ്യാണ്. ഇയാളെല്ലാം സ്ക്രിപ്റ്റ് പുറത്തേക്ക് എത്തിക്കുന്നു, പിന്നെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് വേറെ എത്തിക്കുന്നു, ഈവൻ ചില അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഫയർ ചെയ്ത് പുറത്താക്കുന്നതും കൂടി ഉണ്ട്. പിന്നെ പുള്ളി പറഞ്ഞ പോലെ എടുക്കാത്തതുകൊണ്ട് അങ്ങനെ പല പടങ്ങളും പുള്ളി പുറത്തെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ കുർദിഷ് സിനിമയാണ്. അപ്പോൾ കുർദിഷ് ലാംഗ്വേജ് തന്നെ നിരോധിച്ചിരിക്കുകയാണ് തുർക്കിയിൽ. അത് വേറൊരു ഇഷ്യൂ ആണ്, ഭയങ്കര പിന്നെ ആയിട്ടുള്ള അങ്ങനെ ഒരു ആ ഇഷ്യൂവിന്റെ മുകളിൽ ഇയാൾ യോൾ എന്ന് പറയുന്ന ഒരു സിനിമ പൂർത്തീകരിച്ചു. റോഡ് എന്നാണ് അതിന്റെ അർത്ഥം, യോൾ, YOL, റോഡ്. ലോക ക്ലാസിക് ആയിട്ടുള്ള ഒരു പടമാണ് റോഡ്. ഈ സിനിമ ഇയാൾ പിന്നെ എല്ലാം ഷൂട്ടിംഗ് എല്ലാം പൂർത്തീകരിച്ചപ്പോൾ ജയിലിലാണ് കിടക്കുന്നത്. സിനിമ പൂർത്തീകരിച്ച് പോസ്റ്റ് ഷൂട്ടിംഗ് ബാക്കി പരിപാടികളാണ് ചെയ്യാറുള്ളത് ലാബില്. അതിന് മുന്നോടിയായിട്ട് ഇതൊക്കെ ശരിയാക്കിയ കാലത്ത് പുള്ളി അവിടുന്ന് ജയിലിൽ ചാടി. പുള്ളി ജയിലിൽ ചാടി എന്ന് മാത്രമല്ല, പുള്ളി രാജ്യവും ചാടി. അതായത് തുർക്കിയുടെ പുറത്ത് കിടന്ന് പുള്ളി രഹസ്യമായിട്ട്, അതൊരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ്, പുള്ളി രഹസ്യമായിട്ട് പുറത്തെത്തിയിട്ട് ഈ സിനിമ എല്ലാം പിന്നെ പൂർത്തീകരിച്ചിട്ട് അടുത്ത മെയ് ആണല്ലോ, മെയ്യിലാണ് കാൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. മെയ്യിൽ പുള്ളി നേരെ വരികയാണ് കാൻ ഫെസ്റ്റിവലിൽ എൻട്രി ആയിട്ട്. അവിടെ ആ ഫെസ്റ്റിവൽ വേദിയിലേക്ക് പിന്നെ എമർജ് ചെയ്യാണ്. ആര്? ജയിലും ചാടി വന്ന ആളാണ്. കൊലക്കുറ്റത്തിന് അവിടെ കിടക്കേണ്ട ആള് ജയിലും ചാടി ആ രാജ്യത്തു നിന്ന് പുറത്തു വന്നിട്ട് കിടക്കുന്നിട്ട് വരികയാണ്. ഹി ഗോട്ട് ദ പാം ദ ഓവർ അവിടെ ഫോർ ദാറ്റ് ഫിലിം. അത് ഷെയറിംഗ് ആണ്. അത് കോസ്റ്റ ഗാവറസിന്റെ ഒരു ഫിലിം, സി ആണോ ഏതോ പിന്നെ മിസ്സിംഗ് ഏതോ ഒരു ഫിലിം, കോസ്റ്റ ഗാവറസിന്റെ ഫിലിം ഉണ്ട്. ആ ഫിലിം അത് രണ്ടും ഒരേ ഇതിൽ വരുന്നതുകൊണ്ടാണ് ഷെയറിംഗ്. അവാർഡ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ മോശമല്ല. അത് രണ്ടുപേരും അത്രയും ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ യോൾ എന്ന് പറയുന്ന അത്ര ഇമ്പോർട്ടൻ്റ്. അപ്പൊ അങ്ങനത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കാൻ. ഇനിയും ഒരു കാര്യം കൂടി പറയാം കാനിൽ. ഇപ്പോൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മാസ്റ്റേഴ്സിൽ ഫിലിം മാസ്റ്റേഴ്സ് കുറേ ആൾക്കാരുണ്ട് പല സ്ഥലത്തും. ഇന്ന് ഇപ്പോൾ ഞാൻ വിലമതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിം മേക്കറാണ് ഏലിയാസ് സുലൈമാൻ. ഏലിയാസ് സുലൈമാൻ എന്ന് പറയുന്നത് പലസ്തീനാണ് ഏലിയാസ് സുലൈമാൻ. അപ്പോൾ ഏലിയാസ് സുലൈമാൻ്റെ പിന്നെ ഡിവൈൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. കൊല്ലം എനിക്ക് ഓർമ്മയില്ല. ഡിവൈൻ ഇന്റർവെൻഷൻ കാനിൽ പാം ദ ഓവർ കിട്ടിയ പടമാണ് ഡിവൈൻ ഇന്റർവെൻഷൻ. പക്ഷെ അതിന് ഓസ്കാറിൽ എൻട്രി കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കാറിൽ പിന്നെ ഏലിയാസ് സുലൈമാൻ പാരീസിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. പലസ്തീനാണെങ്കിലും പലസ്തീനിൽ ജീവിക്കാൻ പറ്റില്ല, അപ്പോൾ പാരീസിൽ ജീവിക്കുന്നു. ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് വീടൊക്കെ ഉണ്ട്. അദ്ദേഹം അത്രയും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ ഇസ്രായേൽ നിന്നാണ് രാജ്യം കൊടുത്തിരിക്കുന്നത്. കാരണം ഇസ്രായേലിൽ നിന്നാണ് പിന്നെ പലസ്തീൻ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് എവിടെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് യാത്രയുടെ സൗകര്യത്തിനോട് ഇസ്രായേലിനാണ്. അപ്പോൾ ഒന്നുകിൽ ഈ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കുന്നില്ല. അമേരിക്ക അംഗീകരിക്കാത്തതുകൊണ്ട് ഈ പടത്തിന് ഓസ്കാറിൽ എൻട്രി കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഫിലിം എത്ര വിഭവമാണെങ്കിലും നമ്മളിപ്പോൾ ഓസ്കാർ കിട്ടി പറയുമ്പോഴേ ആ ഓസ്കാറിലേക്ക് ഒരു എൻട്രി തന്നെ കിട്ടുന്നില്ല. ഏത് രാജ്യം പറയാൻ പറ്റാത്തതുകൊണ്ട് ഇസ്രായേലിന്റെ എൻട്രി ആയിട്ട് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് പറ്റില്ല എന്നും പറഞ്ഞു സംവിധായകൻ. അത് അയാൾക്ക് ഡാമേജിങ് ആണ്. കാരണം അയാൾ പലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഡിവൈൻ ഇന്റർവെൻഷൻ ആ പടത്തിന് അപ്പോൾ അവിടെ എൻട്രി കിട്ടിയില്ല. അപ്പോൾ അവിടെ എൻട്രി കിട്ടിയിട്ടില്ലെങ്കിലും കാനിൽ പാം ദ ഓവർ കിട്ടി. അവിടെ പ്രശ്നമില്ല. കാരണം സ്വാതന്ത്ര്യത്തിന്റെ വേദിയാണ്, ലോകസമാധാനത്തിന്റെ വേദിയാണ്, ഈ ജനാധിപത്യ പ്രതിരോധത്തിന്റെ വേദിയാണ്, യുദ്ധത്തിനെതിരായ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ പാം ദ ഓവർ കിട്ടി. ഡിവൈൻ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള പടമാണ്. അതായത് അതിലത്തെ പിന്നെ പല ഇതുകൊണ്ടും നമ്മൾ ടെക്സ്റ്റ് പോലെ പഠിക്കാൻ കഴിയും. മാത്രമല്ല വളരെ ഹ്യൂമറസും ആണ് കേട്ടോ. വളരെ ഹ്യൂമറസ് ആണ്. കാരണം അതാണ് ഇയാൾ ഭയങ്കര തമാശ കൂടിയാണ് സിനിമ എടുക്കുക. ഇപ്പൊ ഗാസ അടുത്ത കാലത്ത് ഗാസ രണ്ടാമത് വന്ന സമയത്ത് അവർ ഗാസയിൽ നിന്നുള്ളൊരു ലേഖനം ഞാൻ വായിച്ചു. ഈ രണ്ടാമത് ഈ വെടിനിർത്തൽ കഴിഞ്ഞിട്ട്, വെടിനിർത്തൽ പിന്നെ ഫേക്ക് ആയിരുന്നു ഇപ്പം നമുക്ക് മനസ്സിലായി. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും വെടിനിർത്തലായിട്ട് ആളുകളെല്ലാം തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് ആവശ്യം, ഞങ്ങൾക്ക് ഫുഡ് വേണം, മെഡിസിൻ വേണം, കുറച്ച് ഹ്യൂമറും വേണം എന്ന് പറയും അവർ. കാരണം ലൈഫിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ അപ്പോൾ ആ ഹ്യൂമറിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് നമുക്ക് പായൽ കബാഡിക്ക് അവാർഡ് കിട്ടുന്നത്. മാത്രമല്ല പായൽ കബാഡി ആരാണ്? ഇവിടെ പിന്നെ പൂനെയിൽ സമരം ചെയ്തിട്ട്, പൂനെയിൽ മറ്റേ യോഗേന്ദ്ര ചൗഹാൻ അങ്ങനെ ആരോ ആണെന്ന് തോന്നുന്നു, മറ്റേ ഈ ഹനുമാനായിട്ട് അഭിനയിച്ച രാമായണത്തിൽ നിന്ന് അദ്ദേഹത്തെ ഡയറക്ടറാക്കി പറഞ്ഞപ്പോൾ അതിനെതിരെ സമരം ചെയ്തപ്പോൾ സ്കോളർഷിപ്പ് നിഷേധിക്കുകയും പോലീസ് കേസ് എടുക്കുകയും ഒക്കെ ചെയ്യപ്പെട്ട ഒരാളാണ് അല്ലേ? ആ ആളൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്, ഇന്ത്യയുടെ അഭിമാനമാണ്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇന്ത്യയിൽ എസ് കെ പാട്ടീൽ കമ്മിറ്റി അംഗീകരിച്ചിരുന്നെങ്കിൽ, മുഴുവനായിട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ പതർ പാഞ്ചാലി എടുക്കാൻ പറ്റില്ലായിരുന്നു. അത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് അവർ ഒഴിവാക്കും. നമ്മൾ ദാരിദ്ര്യം ഭയങ്കര വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ദാരിദ്ര്യം കാണിക്കാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? അതിൽ നിന്ന് മാറിയിട്ട് അത് വന്നു ലോക സിനിമയുടെ മുമ്പിൽ നമ്മൾ ഉയർത്തിക്കാട്ടി. ആ ഉയർത്തിക്കാട്ടിയ പോലെ തന്നെയാണ് ഇപ്പോൾ ഓൾ വി ഇമാജിൻ സ്ലൈറ്റും. അതിൽ ദാരിദ്ര്യം അല്ലെങ്കിലും ദാരിദ്ര്യം പോലത്തെ പ്രശ്നങ്ങളാണ് അതിൽ വരുന്നത്. ഇന്ന് ബോംബെ നഗരത്തിൽ പോകുന്ന സ്ത്രീകൾ, അത് ചില ആൾക്കാർ പറഞ്ഞാൽ എന്താ ഇതിൽ സിനിമയിലുള്ള, അവർക്ക് ആ ജീവിതം മനസ്സിലാവാത്തതുകൊണ്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം മാത്രമല്ല അതിലത്തെ ലാംഗ്വേജിന്റെ യൂസേജ്, നമുക്കതൊരു പാൻ ഇന്ത്യൻ സിനിമ യഥാർത്ഥത്തിൽ അതാണ്. കാരണം ഏത് ലാംഗ്വേജ് അതിൽ ഹിന്ദി വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, മറാത്തി വരുന്നുണ്ട്. അവരെല്ലാം അതിൽ നിന്നൊരു ക്രോസ് ഇതില്ല. അപ്പം അത്തരത്തിലൊരു സിനിമയെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ. മാത്രമല്ല ഇപ്രാവശ്യം അവർ ജൂറിയാണ്.
ഇപ്പൊ പാൽക്കപാടി ഈ വരാൻ പോകുന്ന ക്യാൻ ഫെസ്റ്റിവൽ ഇപ്പൊ മെയിൽ വരാൻ പോകണം, അതിലൊരു ജൂറിയാണ്. അപ്പൊ അത് അവരുടെ ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അതായത് എപ്പോഴോ പറ്റിയൊരു മിസ്റ്റേക്ക് പോലെയല്ല, ചില അവാർഡുകളൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. ആ മിസ്റ്റേക്ക് അല്ല എന്നുള്ളത് കൊണ്ട് അതിനെ വീണ്ടും ഒരു പിന്നെ എന്താ പറയാ റീഅസർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർഷം അവരെ ജൂറിയാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.